നമസ്കാരം വിദ്യാർത്ഥികളെ. ഈ ടോപ്പിക്കിൽ നിങ്ങൾ ഹാക്സോയിങ് അളവുകൾക്കുള്ള സ്ക്വയർ ഫയലിംഗ് എങ്ങനെ നടത്താമെന്ന് പഠിക്കാൻ പോകുന്നു. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും. ബെഞ്ച് വൈസിന്റെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിയുക. ബെഞ്ച് വൈസ് എങ്ങനെ ഉപയോഗിക്കാം? ഹാക്സോയിങ് രീതി വിവരിക്കുക. ചതുരാകൃതിയും അരികുകളുടെ അളവ് നിലനിർത്താൻ ഫയലിംഗ് ചെയ്യുക. ഇനി നമുക്ക് ഹാക്സോയിങ് ചെയ്യുന്നതിനും അളവുകൾക്കുള്ള സ്ക്വയർ ഫയലിംഗ് നടത്തുന്നതിനും ആവശ്യമായ ടൂളുകളെയും എക്വിപ്മെന്റുകളെയും കുറിച്ച് നോക്കാം. മാർക്കിംഗ് മീഡിയ, സ്റ്റീൽ റൂളർ, സ്ക്രൈബർ, ക്രിക്ക് പഞ്ച് അല്ലെങ്കിൽ ഡോട്ട് പഞ്ച്, ബോൾ പീൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ഹാക്സോ, ട്രൈ സ്ക്വയർ, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ PPE. ഇനി നമുക്ക് പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകൾ നോക്കാം. ഒരു റൂളർ ഉപയോഗിച്ച് മുൻകൂട്ടി മിഷൻ ചെയ്ത സൈസ് 75 മില്ലിമീറ്റർ നീളവും 75 മില്ലിമീറ്റർ വീതിയും പരിശോധിക്കുക. മാർക്കിംഗ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് സൈഡ് ബിയിൽ 82 mm മാർക്ക് ചെയ്യുക. അതുപോലെ ഈ വശത്ത് 82 mm അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയ ലൈൻ പഞ്ച് ചെയ്യുക. അടയാളപ്പെടുത്തിയ ലൈനിൽ നിന്ന് 10 മില്ലിമീറ്റർ അകലെ ബെഞ്ച് വൈസ് കീപ്പിംഗിൽ ജോബ് പിടിക്കുക. ഹാക്സോയിങ് ആരംഭിക്കാൻ ലൈനിൽ നോച്ചുണ്ടാക്കുക. അടയാളപ്പെടുത്തിയ ലൈനിനൊപ്പം മുറിക്കുക. അതുപോലെ മറുവശത്ത് മുറിക്കുക. ഫോർവേഡ് സ്ട്രോക്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുക. റിട്ടേൺ സ്ട്രോക്കിൽ പ്രഷർ റിലീസ് ചെയ്യുക. സോയിങ് ചെയ്യുമ്പോൾ ബ്ലേഡിന്റെ മുഴുവൻ ലെങ്തും ഉപയോഗിക്കുക. ഓവർ ഹാങ്ങിങ് ഭാഗം മുറിച്ചു മാറ്റുന്നതിനായി വർക്കിനെ ഉറപ്പിക്കുക. സോവിങ് ക്രോസ് സെക്ഷൻ അനുസരിച്ച് മുറിക്കേണ്ട ജോബ് ക്ലാമ്പ് ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്നത്ര രീതിയിൽ ഫ്ലാറ്റായോ ലോങ് ആയോ ജോബ് പിടിക്കുക. അതുവഴി തീർത്തു പോകാതെ മുറിക്കാൻ കഴിയും. വർക്ക് ചെരിഞ്ഞു പോകാതിരിക്കാനും മാറിപ്പോകാതിരിക്കാനും ജാസ് നന്നായി ടൈറ്റ് ചെയ്യുക. കിലുകിലാരവവും ഇളക്കവും കുറയ്ക്കുന്നതിന് വർക്ക് ഉറപ്പിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഫയലിംഗ് എങ്ങനെ നടത്താമെന്നും സ്ക്വയർ ഡയമെൻഷൻ എങ്ങനെ നിലനിർത്താമെന്നും നോക്കാം. ടാസ്ക് 1. ഹാക്സോവിംഗ്. മുറിക്കുന്നതിനായി ശരിയായ പിച്ചിലുള്ള ബ്ലേഡ് തിരഞ്ഞെടുക്കുക. ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതിനായി ഫൈൻ പിച്ചുള്ള ബ്ലേഡ് ഉപയോഗിക്കുക. മുറിക്കുന്ന സമയത്ത് ചുരുങ്ങിയത് ബ്ലേഡിന്റെ 4 പല്ലുകളെങ്കിലും ഉപയോഗത്തിൽ വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. മെറ്റീരിയൽ കഠിനമാകും തോറും ഫൈൻ പിച്ചുള്ള ബ്ലേഡ് ഉപയോഗിക്കണം. പല്ലിന് നേരെ വരുന്ന ദിശയിൽ ബ്ലേഡ് ഫിക്സ് ചെയ്യുക. ബ്ലേഡിന്റെ ടെൻഷനും ടൈറ്റിനും വിങ് നെറ്റ് ഉപയോഗിക്കുന്നു. കുറച്ചു പല്ലുകൾ മാത്രം മുറിക്കുന്നിടത്തോളം കൈപ്പത്തി ഉപയോഗിച്ച് താഴേക്ക് ചെറിയ അളവിൽ പ്രഷർ നൽകുക. മുന്നോട്ട് മുറിക്കുമ്പോൾ താഴേക്ക് പ്രഷർ കൊടുക്കുന്നു. ബ്ലേഡിന്റെ മധ്യഭാഗത്തുള്ള പല്ലുകൾ നേരത്തെ തന്നെ ഡള്ളാകുന്ന ഒഴിവാക്കാൻ ബ്ലേഡിന്റെ ഫുൾ ലെങ്തും ഉപയോഗിക്കുക. മാർക്ക് ചെയ്ത ഡയറക്ഷൻ ഉപയോഗിച്ച് ലൈനിൽ കൂടി തന്നെ ബ്ലേഡ് കൊണ്ടുപോകണം. മുറിക്കുമ്പോൾ ഫ്രെയിം ചെരിയുന്ന ഒഴിവാക്കുക. അങ്ങനെ ചെയ്യുന്നത് ബ്ലേഡ് വളയാനും പെട്ടെന്ന് തകരാനും ഇടയാക്കും. മാർക്ക് ചെയ്ത ലൈനിനേക്കാൾ കൂടുതൽ വ്യതിയാനം വന്നാൽ എതിർവശത്തു നിന്നും മുറിക്കുക. ബ്ലേഡുകൾ പൊട്ടിപ്പോകുന്നതും നിങ്ങൾക്ക് തന്നെ മുറിവുകൾ ഉണ്ടാകുന്നതും ഒഴിവാക്കാൻ കട്ട് ചെയ്യുന്നത് പൂർത്തിയാക്കുന്നത് വരെ പതിയെ മുറിക്കുക. ടാസ്ക് 2. ഫയലിംഗ് ചെയ്ത് അളവിനനുസരിച്ച് സ്ക്വയർ ആക്കുക. ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മറ്റൊരു വർക്ക് ബെഞ്ച് സെലക്ട് ചെയ്ത് ബെഞ്ച് വൈസിന്റെ ഉയരം പരിശോധിക്കുക. വൈസ് ജോയുടെ മുകളിൽ നിന്നും 5 മുതൽ 10 mm പ്രൊജക്ഷൻ ഉപയോഗിച്ച് ബെഞ്ച് വൈസിൽ ജോബ് പിടിക്കുക. ഇനി പറയുന്നതനുസരിച്ച് വ്യത്യസ്ത ഗ്രേഡുകളിലും നീളത്തിലുമുള്ള ഫയലുകൾ സെലക്ട് ചെയ്യുക. ജോബിന്റെ വലിപ്പം, നീക്കം ചെയ്യേണ്ട മെറ്റീരിയലിന്റെ അളവ്, ജോബിന്റെ മെറ്റീരിയൽ. ഫയലിന്റെ ഹാൻഡിൽ നന്നായി മുറുക്കി ഫിറ്റ് ആണോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ വലത്ത് കൈപ്പത്തി ഉപയോഗിച്ച് ഫയലിന്റെ ഹാൻഡിൽ പിടിച്ച് ഫയൽ മുന്നോട്ട് അമർത്തുക.
നീക്കം ചെയ്യേണ്ട ലോഹത്തിന്റെ അളവനുസരിച്ച് ഫയലിന്റെ അറ്റം പിടിക്കുക. ഭാരമുള്ള ഫയലിങ്ങിനായി ഭാരം കുറഞ്ഞ ഫയലിങ്ങിനായി പ്രാദേശിക അസമത്വം ഇല്ലാതാക്കാൻ ഡ്രോ ഫയലിംഗ് നടത്താം. മികച്ച ഫിനിഷിങ്ങിന് സെയിം ഫയലിംഗ് തന്നെ ചെയ്യാൻ കഴിയും. മുന്നോട്ട് നീങ്ങുമ്പോൾ ഫയലിലേക്ക് ഒരേപോലെ പ്രഷർ അപ്ലൈ ചെയ്ത് ഫയലിംഗ് ആരംഭിക്കുക. പിന്നിലേക്ക് നീങ്ങുമ്പോൾ അത് റിലീസ് ചെയ്യുക. കുറച്ച് സ്ട്രോക്കുകൾ കൂടി നൽകുക. ഫയൽ എല്ലായ്പ്പോഴും പരന്നതാണെന്നും ഫയൽ ചെയ്യേണ്ട സർഫസിന് നേരെയാണെന്നും ഉറപ്പാക്കാൻ ഫയലിന്റെ മർദ്ദം ബാലൻസ് ചെയ്യുക. ഫ്ലാറ്റ്നെസ് പരിശോധിക്കുക. ഫ്ലാറ്റ്നെസ് പരിശോധിക്കുന്നതിനായി ട്രൈ സ്ക്വയറിന്റെ സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിക്കുക. ട്രൈ സ്ക്വയറിന്റെ ബ്ലേഡ് ഉപയോഗിച്ച് എല്ലാ ഭാഗങ്ങളിലെയും ഫ്ലാറ്റ്നെസ് പരിശോധിക്കുക. ചെക്കിംഗ് ഫേസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഗ്യാപ്പ് ഉയർന്നതും താഴ്ന്നതുമായ സ്പോട്ടുകളെ സൂചിപ്പിക്കും. സ്ക്വയറുകൾ പരിശോധിക്കുക. റഫറൻസ് സർഫസായി ലാർജ് ഫിനിഷിംഗ് സർഫസിനെ കണക്കാക്കുക. റഫറൻസ് സർഫസ് പൂർണ്ണമായി ഫയൽ ചെയ്തെന്നും ബറുകളിൽ നിന്നും മുക്തമാണെന്നും ഉറപ്പാക്കണം. റഫറൻസ് സർഫസിനെതിരായി സ്റ്റോക്ക് ബട്ട് ചെയ്യുകയും പ്രസ് ചെയ്യുകയും ചെയ്യുക. പരിശോധിക്കേണ്ട രണ്ടാമത്തെ സർഫസ് സ്ക്വയറുകൾ വെച്ച് ബ്ലേഡ് ടച്ച് ചെയ്ത് പതിയെ താഴേക്ക് കൊണ്ടുവരിക. ലൈറ്റ് ഗ്യാപ്പ് ഉയർന്നതും താഴ്ന്നതുമായ സ്പോട്ടുകളെ സൂചിപ്പിക്കും. ഈ ടോപ്പിക്കിൽ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. ബെഞ്ച് വൈസിന്റെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിയുക. ബെഞ്ച് വൈസ് എങ്ങനെ ഉപയോഗിക്കാം, ഹാക്സോവിംഗ് രീതി വിവരിക്കുക, ഡയമെൻഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അരികുകളുടെ സ്ക്വയർനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഫയലിംഗ് എങ്ങനെ ചെയ്യാം. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.